കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അധികം ആർക്കും ഇപ്പോഴും അറിയില്ല അത് ഇങ്ങനെ കറി വയ്ക്കും എന്നുള്ള കാര്യം. നല്ല നാടൻ കറിയാണ്, വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതാ കുറച്ച് പരിപ്പ് ഞാൻ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ താരം നമ്മുടെ മുട്ടക്കോസാണ് കേട്ടോ, ക്യാബേജാണ്. അപ്പോൾ ചെറിയൊരു ക്യാബേജാണത്. അത് നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതിയാവട്ടെ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ക്യാബേജൊക്കെ അധികവും ഉപ്പേരിയൊക്കെയാണല്ലോ വയ്ക്കുക, മെഴുക്ക് വരട്ടി. അധികവും നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അങ്ങനെയൊക്കെ വയ്ക്കും. പക്ഷേ ഇത് കറി വയ്ക്കുന്ന കാര്യം ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല കേട്ടോ, ആർക്കും അറിയില്ല. അപ്പോൾ ഈ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വളരെ ചെറിയൊരു പീസ്. ഇത് ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് മാത്രം മതി. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് നമ്മൾ സാധാരണ ഉപ്പേരിക്കൊക്കെ അരിയുമല്ലോ, അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുക, കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ സാധാരണ ഒരുപാട് ചെറുതാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വേണ്ട കാര്യങ്ങൾ, ഒരു ചെറിയൊരു മീഡിയം സൈസുള്ള സവാള, അതേ അളവിൽ തന്നെ ഒരു തക്കാളി. അപ്പോൾ പരിപ്പ് കറിയിലാണ്, പരിപ്പ് കറിയിൽ കുറേ പേര് തക്കാളി ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ചിലവർ തക്കാളി ഇട്ടിട്ടും വെക്കും, ചിലവർ തക്കാളി ഇടാണ്ടും വെക്കും. അപ്പോൾ തക്കാളിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പരിപ്പ് കറിയിൽ നമ്മൾ തക്കാളി ഇടുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പരിപ്പ് ചീരയും കൂടി മുരിങ്ങയൊക്കെ വെക്കുമല്ലോ, അതിലൊക്കെ തക്കാളി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചീരക്കറി വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ പരിപ്പാണല്ലോ, അപ്പോൾ ഗ്യാസിന് വേണ്ടിയിട്ട് നമ്മൾ 2 വെളുത്തുള്ളിയും കൂടിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് പച്ചയ്ക്ക് ലാസ്റ്റ് ഇടുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോഴാണ് നമ്മൾ ഗ്യാസ് പ്രോബ്ലംസിനൊക്കെ വളരെ നല്ലത്, ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ ഇടുന്നതിനേക്കാളും. പിന്നെ തക്കാളി ഇതേപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി അരിഞ്ഞെടുത്തു. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കുക, വെറുതെ ഒന്ന് കയ്യിലോണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ബാക്കി നമുക്ക് ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഇതൊക്കെ വെന്തിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച ശേഷം നമ്മൾ അതിൻ്റെ പച്ചച്ചോവയൊക്കെ മാറിയ ശേഷം മാത്രം നമ്മൾ ക്യാബേജും ഉള്ളിയൊക്കെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പച്ചച്ചോവ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലല്ലാതെ വേവിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. കുക്കറിൽ ഇടുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി മൊത്തത്തിൽ ഇട്ടിട്ട് വേവിക്കുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് കറിയൊന്നും വയ്ക്കാനില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ കറി വെച്ചാൽ നമുക്ക് ഈ ക്യാബേജ് ആയതുകൊണ്ട് ഇടയിൽ ഇങ്ങനെ കടിക്കാനുണ്ടാവും, കഷ്ണത്തിന് പകരം കടിക്കാനുണ്ടാവും. ഒരു ദിവസത്തേക്കുള്ള കറിയാവും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുക്കർ ഒരു 2 വിസിൽ കൊടുത്താൽ മതി കേട്ടോ. 1 വിസിൽ കൊടുത്താലും മതിയാവും. കാരണം നമ്മുടെ ഇതിന് വേവ് കുറവാണല്ലോ, മുട്ടക്കോസ് ക്യാബേജിന് വേവ് കുറവാണ്. അപ്പോൾ 1 വിസിൽ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അത് തുറന്ന ശേഷം അതൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. തേങ്ങയിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, തേങ്ങയും വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പരിപ്പ് കറി ആകുമ്പോൾ ഒന്നും കൂടി കട്ടി ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ. ഇതിന് ഒരുപാട് തേങ്ങ അരച്ചൊഴിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് കട്ടി വയ്ക്കുക കേട്ടോ, കാരണം ഇതിങ്ങനെ ഇരിക്കും തോറും കട്ടി വയ്ക്കും. പരിപ്പ് കറി പ്രത്യേകിച്ച് അങ്ങനെ ഇരിക്കും തോറുമാണ് കട്ടി വെച്ച് വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. പരിപ്പ് കറിയിൽ മല്ലിയില ഉണ്ടാകുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 2 തിള തിളച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയാവും.
അപ്പോൾ അതാ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി കട്ടി വയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. മല്ലിയിലൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് താളിക്കാനുള്ള പാത്രം വയ്ക്കാം. ഇപ്പോൾ താളിക്കാൻ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അത്രയൊക്കെയുള്ളൂ. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ വേണമെങ്കിൽ ഉണക്കമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കടുക് പൊട്ടി വന്നാൽ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് കറി വെക്കാനാണ് എല്ലാ വീട്ടിലും രാവിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കറി വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് ക്യാബേജ് കൊണ്ട് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ മാത്രമല്ല മുട്ടക്കോസ് നമുക്ക് കറി വയ്ക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.